അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർക്യൂട്ടാണ് എൽ-ഉള്ളി സർക്യൂട്ട്. എൽ-ഉള്ളി സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡക്ടർ മാത്രമേ കാണുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ് ഇൻഡക്ടർ, കോഎഫിഷ്യന്റ് സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഇൻഡക്ടർ. ഓക്കെ, അപ്പം അതേപോലെ ഒരു ഇൻഡക്ടർ ഉള്ളി സർക്യൂട്ട് മാത്രം ഞാൻ കൺസിഡർ ചെയ്തു. അവിടെ അപ്ലൈ ചെയ്ത വോൾട്ടേജ് ഗിവൺ ബൈ വി ഈക്വൽ ടു വി നോട്ട് സൈൻ ഒമേഗ ടി. ഓക്കെ, ആസ് ദ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ത്രൂ ദ കണ്ടക്ടർ, ഇവിടെ എന്ത് സംഭവിക്കും? ഈ ഇൻഡക്ടറിനകത്ത് എന്ത് ഫിനോമിനൻ നടക്കും? സെൽഫ് ഇൻഡക്ഷൻ നടക്കും. നമ്മൾ പറഞ്ഞായിരുന്നു സെൽഫ് ഇൻഡക്ഷൻ നടക്കുമ്പോൾ ഒപ്പോസിങ് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതായത് കറണ്ട് ഇങ്ങോട്ടാണെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യാൻ ഇ എം എഫ് ഇങ്ങോട്ട് പോകും, ഇ എം എഫ് ഇങ്ങോട്ടാണെങ്കിൽ കറണ്ട് ഓപ്പോസിറ്റ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ചായിരുന്നു. അപ്പോൾ ഈ ഇൻഡക്ടറിൽ കൂടെ വോൾട്ടേജ് പോകുന്നുണ്ട്. ഈ പോകുന്ന വോൾട്ടേജ് എന്ത് വോൾട്ടേജാണ്? വേരിയബിൾ വോൾട്ടേജ് ആണ് അല്ലേ? അപ്പോൾ വേരിയബിൾ, അതിനകത്തുള്ള വോൾട്ടേജ് വേരി ചെയ്യുന്നത് കൊണ്ട് അവിടെ എന്ത് സംഭവിക്കും? ഈ ഇൻഡക്ടറിന് സെൽഫ് ഇൻഡക്ഷൻ സംഭവിക്കും. സെൽഫ് ഇൻഡക്ഷൻ സംഭവിക്കുമ്പോൾ അവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. നമ്മൾ പഠിച്ചായിരുന്നു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്ത് ഇ എം എഫിൻ്റെ ഇക്വേഷൻ സെൽഫ് ഇൻഡക്ഷനകത്ത് പഠിച്ചായിരുന്നു. ഇ എം എഫ് ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഇതാണ് ഇ എം എഫിൻ്റെ ഇക്വേഷൻ. ഞാൻ അന്ന് പഠിപ്പിച്ചതും പറഞ്ഞു തന്നായിരുന്നു എ സി സർക്യൂട്ടിനകത്ത് നമുക്കിത് ആവശ്യം വരും. ഓക്കെ, അപ്പോൾ ഇൻഡ്യൂസ് ചെയ്ത ഇ എം എഫ് എന്ന് പറഞ്ഞാൽ എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ആണ്. ഈ ഇ എം എഫ് എന്ത് ചെയ്യും? നമ്മൾ കൊടുത്ത ഇ എം എഫിനെ ഒപ്പോസ് ചെയ്യും. അതായത് ഈ ഉണ്ടായ ഇ എം എഫ് ഒപ്പോസിങ് ഇ എം എഫ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈനൽ റിസൾട്ടൻ്റ് അല്ലെങ്കിൽ നെറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ കൊടുത്ത വോൾട്ടേജ് മൈനസ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആയിരിക്കും. കാരണം ഈ ഇൻഡ്യൂസ് ഇ എം എഫ് എപ്പോഴും ഇതിനെ ഒപ്പോസ് ചെയ്യാനേ ശ്രമിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് എഴുതാം? നെറ്റ് ഇ എം എഫ് ഇസ് ഈക്വൽ ടു നമ്മൾ കൊടുത്ത വോൾട്ടേജ് വി നോട്ട് സൈൻ ഒമേഗ ടി മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ആണ്. ഓക്കെ, ഇതവിടെ നിന്നോട്ടെ. ഇനി ഞാൻ നമുക്കറിയാം ഓംസ് ലോ അനുസരിച്ച് വി ഈക്വൽ ടു ഐ ആർ ആണ്. പക്ഷേ നോക്കിക്കേ, ഇവിടെ നമ്മുടെ സർക്യൂട്ടിനകത്ത് ഇൻഡക്ടർ മാത്രമേ ഉള്ളൂ, റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ ഈ ഇക്വേഷനകത്ത് കൊടുത്ത എന്തോ റെസിസ്റ്റൻസ് 0 ആണേ. അപ്പോൾ ഈ ഇക്വേഷനകത്ത് റെസിസ്റ്റൻസ് 0 കൊടുത്താൽ അതിൻ്റെ അർത്ഥം എന്താ? വോൾട്ടേജ് എന്താവണം? 0 ആവണ്ടേ? ഈ സർക്യൂട്ടിനകത്ത് ആര് മാത്രമേ ഉള്ളൂ? ഇൻഡക്ടർ മാത്രമേ ഉള്ളൂ, റെസിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് ഓംസ് ലോ അനുസരിച്ച് വി ഈക്വൽ ടു ഐ ആർ എഴുതുമ്പം ആറിൻ്റെ വാല്യൂ 0 കൊടുക്കേണ്ടി വരും. ദാറ്റ് മീൻസ് വോൾട്ടേജ് മൊത്തം എന്തായി പോകും? 0 ആയി പോകും. നമുക്ക് നെറ്റ് വോൾട്ടേജ് കിട്ടിയിട്ടുണ്ടല്ലോ, വി നോട്ട് സൈൻ ഒമേഗ ടി മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ആണെന്ന്. അതെന്തിന് ഈക്വൽ ആവും? 0ക്ക് ഈക്വൽ ആവും. ഓക്കെ, ദാറ്റ് ഇസ് വി നോട്ട് സൈൻ ഒമേഗ ടി മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ഈക്വൽ ടു 0. ഇതിനെ അപ്പുറത്ത് കൊണ്ടുപോയാൽ എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ഈക്വൽ ടു വി നോട്ട് ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് വരും. ഈ എല്ലിനെയും കൂടെ ഞാൻ താഴെ കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഡി ടിനെയും കൂടെ അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ എന്ത് വരും? ഡി ഐ ഇസ് ഈക്വൽ ടു വി നോട്ട് ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു സൈൻ ഒമേഗ ടി ഡി ടി. ഞാൻ രണ്ടിടത്തും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണേ. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്തു, ഇവിടെയും ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഇത് ഇൻ്റഗ്രൽ സൈനാണ്, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. വി നോട്ട് ബൈ എൽ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇൻ്റഗ്രേഷന് വെളിയിലെടുത്തു. ബാക്കി എന്തുണ്ട്? ഇൻ്റഗ്രൽ സൈൻ ഒമേഗ ടി ഡി ടി. ഇൻ്റഗ്രൽ സൈൻ ഒമേഗ ടി ഡി ടിയുടെ വാല്യൂ മാത്സ് അറിയാത്തവർക്ക് പറയുവാണേ മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗയാണ്. അപ്പോൾ നമുക്കത് നേരെ ഇവിടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഈ ഒമേഗയും കൊണ്ട് നമ്മളങ്ങ് പുറത്തെടുത്ത് എന്ത് വരും? കറണ്ടിൻ്റെ ഇക്വേഷൻ ഐ ഈക്വൽ ടു മൈനസ് വി നോട്ട് ബൈ എൽ ഒമേഗ കോസ് ഒമേഗ ടി എന്ന് വരും. ഇതാണ് കറണ്ടിൻ്റെ ഇക്വേഷൻ. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, നമുക്ക് നോക്കാം. കറണ്ട് എന്തിൻ്റെ ടേംസിലാണ് കിടക്കുന്നത്? ഒരു കോസ് ഫംഗ്ഷൻ്റെ ടേംസിലാണ് കിടക്കുന്നത്. വോൾട്ടേജ് എന്തിൻ്റെ ടേംസിലാണ് കിടക്കുന്നത്? ഒരു സൈൻ ഫംഗ്ഷൻ്റെ ടേംസിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അവരെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഫേസ് ഡിഫറൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ കോസ് ടേംസിൽ കിടക്കുന്ന കറണ്ടിനെയും കൂടെ എന്താക്കും? സൈനിൻ്റെ ടേംസിലാക്കും. അതിനു മുന്നേ നമുക്ക് ഇങ്ങനെ എഴുതാം, കറണ്ട് ഐ ഈക്വൽ ടു ദ ഇക്വേഷൻ കറണ്ട് ഐ ഈക്വൽ ടു മൈനസ് ഓഫ് വി നോട്ട് ബൈ എൽ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി. ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇതിനെ വിളിക്കുന്ന പേരാണ് ഐ നോട്ട്. ഓക്കെ, അപ്പം ഇവിടെ ഐ ഈക്വൽ ടു മൈനസ് ഐ നോട്ട് ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ എൽ ഒമേഗ എന്ന് പറയുന്ന ആളൊരു റെസിസ്റ്റൻസ് പോലെ ആക്ട് ചെയ്തു അല്ലേ? അതുകൊണ്ടല്ലേ നമുക്ക് വി നോട്ട് ബൈ എൽ ഒമേഗനെ ഐ നോട്ട് എന്ന് എഴുതാൻ പറ്റിയത്. അതുകൊണ്ട് എൽ ഒമേഗനെ വിളിക്കുന്ന പേരാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എക്സ് എൽ എന്ന് പറയും. ഓക്കെ, അതായത് ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന ഒരു ഫോം ഓഫ് റെസിസ്റ്റൻസ്, അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഓക്കെ, അപ്പോൾ എക്സൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡക്ടർ ഓപ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്ന ഒരു ജസ്റ്റ് ഫോം ഓഫ് റെസിസ്റ്റൻസ് പോലെ പറയാം. അപ്പം എക്സൽ ഈക്വൽ ടു എൽ ഒമേഗ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ കറണ്ടിനെയും കൂടെ നമ്മൾ എന്തിൻ്റെ ടേംസിലാക്കും? സൈൻ ഫംഗ്ഷൻ ആക്കും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്നറിയാം? നമുക്കറിയാം കോസ് തീറ്റ ഈക്വൽ ടു സൈൻ
90 മൈനസ് തീറ്റ എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇക്വേഷൻ എടുത്ത് എഴുതി വി ഈക്വൽ ടു വി നോട്ട് സൈൻ ഒമേഗ ടി, ഐ ഈക്വൽ ടു മൈനസ് ഐ നോട്ട് കോസ് ഒമേഗ ടി. ഓക്കെ, അപ്പോൾ ദറ്റ് ഇസ് ഐ ഈക്വൽ ടു മൈനസ് ഐ നോട്ട് കോസ് ഒമേഗ ടീനെ എങ്ങനെ എഴുതാം? സൈൻ 90 മൈനസ് ഒമേഗ ടി എന്ന് എഴുതാം. അത് മാത്തമാറ്റിക്കൽ ഫോർമുലയാണ്, സൈൻ 90 മൈനസ് അങ്ങനെ എഴുതാം. ഓക്കെ, ദാറ്റ് ഇസ് ഐ ഈക്വൽ ടു, ഞാൻ ഈ മൈനസ് ഞങ്ങൾ അകത്ത് കൊടുത്ത് എന്താവും? ഐ നോട്ട് ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് 90 എന്നാവും. ഈ മൈനസ് ഞങ്ങൾ അകത്ത് കൊടുത്ത് എന്താവും? ഒമേഗ ടി ഫ്രണ്ടിൽ വരും, 90 അങ്ങ് പുറകിൽ പോകും. അപ്പോൾ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ത് വന്നു? കറണ്ട് ഐ ഈക്വൽ ടു ഐ നോട്ട് ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് 90. 90നെ നമുക്ക് മാത്സിൽ എങ്ങനെ എഴുതാം? π/2 ഡിഗ്രി, π/2 റേഡിയൻസ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ കറണ്ടിൻ്റെ ഇക്വേഷൻ ഐ ഈക്വൽ ടു ഐ നോട്ട് സൈൻ ഒമേഗ ടി മൈനസ് π/2. ഇതാണ് ഇക്വേഷൻ, കറണ്ടിൻ്റെ ഇക്വേഷൻ. ഇൻസ്റ്റന്റീനിയസ് കറണ്ട് ഇസ് ഗിവൺ ബൈ ഐ നോട്ട് സൈൻ ഒമേഗ ടി മൈനസ് π/2. അപ്പോൾ വി നോട്ടിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? വിയുടെ ഇക്വേഷൻ എന്താ? വി ഈക്വൽ ടു വി നോട്ട് സൈൻ ഒമേഗ ടി. നോക്കിക്കേ, ഇതിൻ്റെ അർത്ഥം എന്താ? നമ്മളുടെ കറണ്ട് തുടങ്ങി, വോൾട്ടേജ് തുടങ്ങി, അതിൻ്റെ ഒരു π/2 ഡിഗ്രി ലാഗായിട്ടാണ് ആര് തുടങ്ങുന്നത്? കറണ്ട് തുടങ്ങുന്നത്. അതായത് വോൾട്ടേജ് കറണ്ടിനെ കാട്ടി മുന്നേ പോവുക. എത്ര ഡിഗ്രിയിലാണ് മുന്നേ പോകുന്നത്? π/2 ഡിഗ്രിയിൽ മുന്നേ പോവാണ്. ഓക്കെ, അതായത് വോൾട്ടേജ് തുടങ്ങി കഴിഞ്ഞ് ഒരു π/2 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ആര് സ്റ്റാർട്ട് ചെയ്യുന്നത്? കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ത് വരും? ഫേസ് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു π/2 ഡിഗ്രി. ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? വോൾട്ടേജ് ആരെ ലീഡ് ചെയ്യുന്നുണ്ട്? ഹിയർ വോൾട്ടേജ് ലീഡ്സ് കറണ്ടിനെ ലീഡ് ചെയ്യുന്നുണ്ട് ബൈ എത്ര ഡിഗ്രിയാ? ബൈ π/2 ഡിഗ്രി. കറണ്ട് മുന്നേ പോവുക ആരെ കാട്ടി? വോൾട്ടേജ് മുന്നേ പോവുക ആരെ കാട്ടി? കറണ്ടിനെ കാട്ടി. ബൈ എത്ര ഡിഗ്രി? π/2 ഡിഗ്രിയിൽ അല്ലെങ്കിൽ 90 ഡിഗ്രിയിൽ ലീഡ് ചെയ്യാണ് ആര്? വോൾട്ടേജ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കാം. ഫേസർ ഡയഗ്രാം എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. അപ്പോൾ ഇവരുടെ ഫേസ് ആംഗിൾ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രിയാണല്ലേ. അപ്പം വോൾട്ടേജ് മുന്നേ പോവാണ്. വോൾട്ടേജസ് ഇതാണ് വി നോട്ട്. എത്ര ഡിഗ്രി? ഒമേഗ ടി ഡിഗ്രിയിൽ ഇൻക്ലൈൻഡ് ആയി പോവാണ്. അതിനെ കാട്ടി 90 ഡിഗ്രി പിറകിലാണ് ആര്? കറണ്ട്. ഓക്കെ, അപ്പം 90 എന്ന് പറയുമ്പം ഇതിനകത്തേക്ക് 90 വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ വരച്ചാലല്ലേ പറ്റുള്ളൂ. അങ്ങനെയല്ലേ ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എത്ര വരത്തുള്ളൂ? 90 ഡിഗ്രി വരത്തുള്ളൂ അല്ലേ. അപ്പം ഇതാണ് ആരുടെ ഡയഗ്രാം? ഐ നോട്ടിൻ്റെ ഡയഗ്രാം. കറണ്ട് ആരെ ലാഗ് ചെയ്യും? വോൾട്ടേജിനെ കറണ്ട് ലാഗ് ചെയ്യും, അല്ലെങ്കിൽ വോൾട്ടേജ് കറണ്ടിനെ ലീഡ് ചെയ്യും. ഇവിടെ ആരാ മുന്നിൽ നിൽക്കുന്നത്? നോക്കിക്കേ, ഫിഗർ നോക്കിയത് ലാസ്റ്റ് താഴെ കിടക്കുവാണ്, ഇതാണ് മണ്ടൻ നിൽക്കുന്നത്. അപ്പോൾ വോൾട്ടേജ് ലീഡ് കറണ്ട്, അല്ലെങ്കിൽ കറണ്ട് ലാഗ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫേസ് ആംഗിൾ അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? π/2 ഡിഗ്രിയാണ്, അല്ലെങ്കിൽ π/2 അല്ല, 90 ഡിഗ്രി അല്ലെങ്കിൽ π/2 റേഡിയൻ ആണ് ഇവിടുത്തെ ഫേസ് ഡിഫറൻസ്. അതേപോലെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് എക്സൽ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? എക്സൽ എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആയിരുന്നു. അതിൻ്റെ ഇക്വേഷൻ എക്സൽ ഇസ് ഈക്വൽ ടു എൽ ഒമേഗ. ഓക്കെ, നമുക്കറിയാം ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf അല്ലേ. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? എക്സൽ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു 2πf എന്ന് വരും. ഇതാണ് ഇക്വേഷൻ. എക്സലും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഇക്വേഷനാണ്. എക്സൽ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു 2πf. അപ്പോൾ ഇവിടുന്ന് എന്താ കാണാൻ പറ്റും? നോക്കിക്കേ, എക്സൽ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഫ്രീക്വൻസി അല്ലേ. എക്സൽ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഫ്രീക്വൻസി. അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് എക്സലിൻ്റെയും ഫ്രീക്വൻസിൻ്റെയും ഗ്രാഫ്. അപ്പം ഇതാണ് എക്സൽ, ഇതാണ് ഫ്രീക്വൻസി. നോക്കുക, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയതുകൊണ്ട് ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിങ് ത്രൂ ഒറിജിൻ. ഓക്കെ, അപ്പോൾ എക്സലിനെ വിളിക്കുന്ന പേരെന്താ? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്.